നഹ്മദുഹു വ നുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. ജപ്പാനിൽ ഭൂചലനം ഉണ്ടായ ശേഷം രാജ്യമൊന്നാകെ സ്തംഭിച്ചുപോയി. മെതിക്കളം പോലെ ജപ്പാനിലെ കെട്ടിട സമുച്ചയങ്ങളായി തീർന്നു. പക്ഷിപ്പറവകളും ജീവജാലങ്ങളും പേടിച്ചരണ്ട് നാടുകളിലേക്ക് ചേക്കേറി. ഭൂചലനത്തിന് ശേഷം ജപ്പാനിലെ ടൗണുകളിൽ കണ്ട ആ അത്ഭുത കാഴ്ച. കാക്കകൾ കൂട്ടമായി വലിയ അപകടത്തിന് ശേഷം ഒരുമിച്ച് കൂടുന്നു. കാക്കകളാൽ റോഡുകളും മറ്റും നിറഞ്ഞ് കവിയുകയാണ്. ദുരന്തമുഖത്ത് നിന്ന് ആകാശത്തേക്ക് കൂട്ടം കൂട്ടമായി അവർ പറന്നുയരുന്നതും കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ പരാമർശിച്ച അത്ഭുത യാഥാർത്ഥ്യങ്ങളാണ് ഇതിലൂടെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത്. ഖബറിൽ ശിക്ഷയുണ്ടാകും. ആ ശിക്ഷകളും അദാബുകളും ജിന്നുകളും മനുഷ്യരും ഒഴികെയുള്ള മറ്റുള്ള ജീവജാലങ്ങൾക്ക് കേൾക്കാൻ കഴിയും. മനുഷ്യർ അത് കേട്ടിരുന്നെങ്കിൽ ഒരിക്കലും ഒരാളെയും ഖബറടക്കുമായിരുന്നില്ല, ആ ശിക്ഷയെ ഭയന്നുകൊണ്ട്. സക്കാത്തിന്റെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വചനമുണ്ട്. സക്കാത്തിനെ അവർ തടഞ്ഞു വെച്ചാൽ അള്ളാഹു അവന്റെ അനുഗ്രഹമായ മഴയെയും തടഞ്ഞു വെക്കുന്നതാണ്. എന്നിട്ട് പറഞ്ഞു, വലൗലൽ ബഹായിമു ലം യുംതറു. മൃഗങ്ങളില്ലായിരുന്നെങ്കിൽ, നാൽക്കാലി മൃഗങ്ങൾ, മിണ്ടാപ്രാണികൾ, ജീവജാലങ്ങളില്ലായിരുന്നെങ്കിൽ ഒരു തുള്ളി മഴ പോലും ഈ ലോകത്ത് വർഷിക്കുമായിരുന്നില്ല. ഇവിടെ മഴ വർഷിക്കുന്നത് ആ പാവപ്പെട്ട ജീവികളെ നോക്കിക്കൊണ്ടാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു വിഷയം, ഈ ലോകത്തേക്ക് അള്ളാഹുവിന്റെ അദാബുകൾ വരുന്നതിനെ സംബന്ധിച്ച് മറ്റുള്ള ജീവജാലങ്ങൾക്കും അറിയിപ്പുകൾ ഉണ്ടാകുന്നതാണ്. അള്ളാഹു തആല ഈ ലോകത്ത് അക്രമികളുടെ അക്രമം കാരണമായി ഈ ലോകത്തെ നശിപ്പിക്കാതെ, ശിക്ഷകൾ ഇറക്കാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല സാവകാശം ചെയ്യുന്നത് ഈ മിണ്ടാപ്രാണികളെ നോക്കിക്കൊണ്ടാണ്. റബ്ബിന്റെ ശിക്ഷകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നത് ഈ പാവപ്പെട്ട ജീവജാലങ്ങളെ നോക്കിക്കൊണ്ടാണ്. ഇവകൾ ഈ ലോകത്ത് ജീവിക്കുന്നതിന്റെ പേരിലാണ്. അല്ലാഹു തആല അവന്റെ കൽപ്പനകൾ പൂർത്തീകരിച്ച് ഹറാമായ കാര്യങ്ങളിൽ നിന്ന് ഒഴിവായി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി محمد صلى الله